ശരി, ഒരു വട്ടം കൂടി നോക്കാം. റോയിയെ നേരം പോകും, നമുക്ക് ഇറങ്ങിയാലോ? രാഹുലം കഴിഞ്ഞിട്ടില്ല. രാഹുലം കഴിഞ്ഞോ? നമ്മളീ നസ്രാണികൾക്ക് എന്തോ രാഹുലാണോ പോയി? രാഹുവിനും കേതുവിനൊന്നും ഇപ്പൊ ജാതിയും മതമൊന്നും ഇല്ലെന്നേ. വടക്കോട്ടുള്ള നമ്മുടെ കച്ചവടക്കാരായ സമുദായക്കാരൊക്കെ പെരുങ്ങോട്ടുകാരല്ല ചാത്തന്റെ പറ്റുകാരാ. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇതിലൊക്കെ എന്തൊക്കെയുണ്ട് ഇല്ലേ? ആ, മൊബൈൽ എന്തോ രാഹുലം നോക്കുമെന്നോ? അളിയ രാഹുലം കഴിഞ്ഞ് ദൂരെ നിന്നുള്ള നമ്മളിവിടെ നേരത്തെ എത്തി. തൊട്ടടുത്തുള്ള ഇവർക്ക് വരാൻ എന്താ ഇത്ര താമസം? അതാച്ചായോ, നമ്മുടെ ഒരു അച്ചടക്കവും കൃത്യനിഷ്ഠയൊന്നും ഇവിടുത്തുകാർക്ക് ഇല്ലെന്നേ. കുറച്ചു പേരെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും കുറച്ചു പേരെ വിളിക്കത്തുള്ളൂ എന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ആ പോട്ടെ, കെട്ടുവരുമല്ലേ, നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. മോളെ മതി കഴിച്ചത്, ആൾക്കാർ കാണും. ആൾക്കാർ വേണമെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കാനൊന്നുമില്ല. പെണ്ണിന്റെ കാര്യം. ചേട്ടാ ഇതൊന്ന് പറത്താൻ തരും ചേട്ടാ. പൊക്കോണം, ഇതിനാ പിള്ളേർ കളിക്കാനുള്ള സാധനം ഒന്ന് ചോദിച്ചു. ചേട്ടാ ഇവന് അത്യാവശ്യത്തിന് റെമോളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാ പഠിച്ചാലും ശരി, ഇതൊന്നും നിന്റെ കയ്യിൽ തരാൻ പറ്റത്തില്ല. പ്ലീസ് ചേട്ടാ. ആ നട വന്നു. ഹലോ, മമ്മി ദേണ്ട ചെറുക്കൻ. നമസ്കാരം. ഹലോ, വെൽക്കം. വന്നിട്ട് ഒത്തിരി നേരമായോ? ഇല്ല, ഒരു 1.5-2 മണിക്കൂറായി. ഭയങ്കര ട്രാഫിക്. മെസ്സേജ് ആ മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ, മെസ്സേജ് വന്നിട്ട് വരത്തുള്ളൂ. അതെ അമ്മച്ചി, ചേട്ടൻ ഇന്നലെ ഒരു അത്യാവശ്യ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഒരു മനസ്മത നടക്കുകയല്ലയോ? ഇന്നെങ്കിലും നേരത്തെ വന്നൂടെ? റോയ് ഓഫീസിൽ പോയിട്ട് എത്ര ദിവസമായിന്നറിയോ? ഓ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ വെച്ചി. ബിസിനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കഞ്ഞൂടി മുട്ടിപ്പോവും. പിന്നെ ഇട്ടുമൂടാളത്ര ശ്രീധനം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്താവാലോ, നമ്മുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. ആ മോള് വാ. വാ 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 ചേട്ടാ. അവരെത്തി അമ്മച്ചി. ആ പെണ്ണെത്തിയിട്ടുണ്ട്. ഡോറ് തുറന്നിട്ടേ കൈ പിടിച്ച് കുട്ടി ഇറക്കിക്കോ. ഹായ്. ആ ഡോർ അടച്ച്. അനി രണ്ടുപേരും ഇങ്ങോട്ട് നോക്കി. ആ ഇവിടെ. രോഹനെന്ന് ചുള്ളനായിട്ടുണ്ട്. താങ്ക് യു. വീണ്ടും സംസാരിച്ചിട്ടുണ്ട്. എനിക്കെന്നെ പിടിച്ചുതരോ? അതൊരു ക്യാമറ, തുമ്പിയൊന്നും അല്ല. പിടിച്ചതാ. ഓക്കെ ആണ്. മോളെ വാ പോവാ. ഒന്നുമില്ല, തുമ്പി പിടിക്കണം. ജെയിംസ്, നീ എവിടെയത്? എയർപോർട്ടിലോ? ആ ഇനി നീ പള്ളിയിലോട്ട് വരണ്ട. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും, ചെറുക്കൻ്റെ വീട്ടിലോട്ട്. ആ അത് ഒരു മിനിറ്റ്. ഒരു ചടങ്ങാമ, ഒരു സർപ്രൈസ് ഒക്കെ വേണം. ഈ നിൽക്കുന്ന ലിൻഡായെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ലിൻഡ ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ. കല്യാണം കഴിക്കുന്നേ മോളെ അത് രോഹന്റെ പള്ളിയിലുള്ള പേരാ. അപ്പൊ എനിക്കെന്താ പള്ളിയിൽ വേറെ അതൊക്കെ പേരില്ലാത്ത? പിന്നെ പറയാം. അച്ഛാ കണ്ടിന്യൂ. ലിൻഡ ഈ നിൽക്കുന്ന രോഹനെ അല്ല ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ഒരുപാട് സമ്മതമാണ്. മോളെ വളരെ ലാളിച്ചു വളർത്തിയതുകൊണ്ടേ കുസൃതി കുറെ കൂടുതലാണ്. ചുമ്മാരി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു. നീ ധൈര്യമായിട്ട് കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യേ. ഞാനല്ലേ പറയണേ. ആ എന്തോ സ്റ്റാമ്പ് പേപ്പറിൻ്റെ പൈസ ഒക്കെ ഞാൻ നാളെ തരാടോ. ആ പറയും പോലെ ചെയ്യേ. ഓക്കെ
ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബെസ്റ്റ് വിഷൻ. താങ്ക് യു. ലിൻഡ, ജോസഫിന് ഇണയായും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ. ഇണയാവനും തുണയാവനും ഓക്കെ, പക്ഷെ കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. മോള് വലിയ കോമഡിയാ. ആ മോനെ റോഹ ഇങ്ങോട്ട് വാ. ഹേയ് ചെഗു. ഹായ് ലിൻഡ. ഹായ് മമ്മി, ഇത് ചെഗു. ഇതാണ് ചെക്കൻ, നല്ല ഗ്ലാമർ അല്ലേ? ഇത് ചെഗു, പുന്നാര ഫ്രണ്ടാ. ബാ നമുക്ക് ഫോട്ടോ എടുക്കാം. രോഹൻ സ്മൈൽ. ഇനി വേറെ പോസ്. അജു ഫാദർ വന്നില്ലേ? ഫാദർ വന്നില്ലേ? അതെ അങ്ങോട്ട് വെക്കോ, അങ്ങോട്ട് ഡാഡി ഇതേ ഫോട്ടോ. അങ്ങോട്ട് വെക്കോ. ആ ചെഗു പിന്നെ കാണണേ. പിന്നെ കണ്ട ഇതെന്താ? ഒന്നടങ്ങി നടക്കുക കൊച്ചി. മമ്മി എനിക്ക് വിശക്കുന്നുണ്ടേ. അങ്ങ് കഴിക്കാവല്ലോ. ഇച്ചായ ഒരു കാര്യം പറഞ്ഞ വഴക്ക് പറയരുത്. അമ്മച്ചി വീട്ടിൽ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. നമുക്കെന്താ വീട് വരെ ഒന്ന് പോയി. ഇനിയിപ്പൊ ഞാനായിട്ട് നിങ്ങളാരും വിഷമിപ്പിച്ചൊന്നും വേണ്ട. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോ. ഞാനെന്നാ അവരുടെ കൂടെ പോട്ടെ. ഇച്ചായ വരില്ലേ? വന്നേക്കണേ. ലൈറ്റ് ഓൺ ആക്കണോ പോയെ? ബ്ലോക്കിലൊന്നും പെട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോവാ. മോളെ നേരെ നീ വന്നു. എല്ലാവരും ചേർന്നു. സമയായി, സാറിന് വേഗം പോണം. എല്ലാവരും കഴിച്ചിട്ട് കേട്ടോ. നീ നീങ്ങി നിൽക്കുക. അവര് ഫോട്ടോ എടുക്കണ കണ്ടിട്ട് മമ്മി വിശക്കുന്നു. ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. ഗസ്റ്റുകൾക്കൊക്കെ തിരിച്ചു പോകാനുള്ളതല്ലേ? ഫോട്ടോ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കും. അത് മതി. എന്നതാ ഇപ്പൊ തന്നെ വേണം. കേക്ക്. അങ്ങനെയാണ് ആരും മോളെ നിർബന്ധിക്കണ്ട. നമുക്ക് പോയി കഴിച്ചേച്ച് വരാം. വാ മോളെ. ചക്കര മമ്മി. വാ മോനെ. ആ ഹലോ നമസ്കാരം. അതെ ഞങ്ങളൊന്ന് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അവിടെ ഇരിക്കും കേട്ടോ. എന്റെ ഒപ്പം കഴിക്കണേ. ഓ ശരി. മോള് പതുക്കെ ഇറങ്ങും. സംഗതി ഇവ വിദേശിയാ. ഇതൊരു പോഷ് സെറ്റപ്പുവാ. എന്നിരുന്നാലും ആ പഴയ സുഖം ഇല്ല. പിന്നല്ലാതെ പണ്ടൊക്കെ കല്യാണ വീടിന്റെ പറമ്പിൽ ഏതെങ്കിലും മൂലയിൽ വാറ്റുണ്ടാവും. ടച്ചിങ്സിനായിട്ട് വാഴയിലയില് എല്ലും കപ്പയും. അതൊക്കെ എന്തൊരു സുഖമായിരുന്നു എന്റെ മാത്തച്ചാ. എന്നാ ഓഞ്ഞ പാട്ടാ ഇവര് വായിക്കുന്നേ. അത് ഏർപ്പാടാക്കിയതേ ഇവിടുത്തെ കഞ്ചാവ് സ്വാമിയാ. എത്ര നാളായി അളിയനെ ഇങ്ങനെ കണ്ടിട്ട്. ഇപ്പോഴല്ലേ എന്റെ ശ്വാസം നേരെ ഇവിടെ. സത്യം പറഞ്ഞാല് കാശിലും സ്വത്തിലൊന്നും ഒരു കാര്യം മനസ്സമാധാനമാണല്ല അല്ലേ? പിന്നെ റജി പോരെ.
ഫാമിലി ഒന്നും ഇല്ലടാ. ഹായ് റോയ്. പറയാൻ വഴി എന്തോ എന്താ കഴിക്കുന്നു റോയ് ഒന്ന് വന്നേ. ഉമ്മച്ച ഞാനതൊന്ന് ഫിനിഷ് അതൊക്കെ ചെയ്യിച്ചു പിന്നെ തീർക്ക. നീ വാ വാ. ഞാനത് തീർത്തോട്ടെ എന്നേ. ഞാൻ പറയുന്നത് കേൾക്ക്. അതൊക്കെ പിന്നെ തീർക്കാം. ഒരു അത്യാവശ്യക്കാരുണ്ട്. ഞാൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടില്ല. ഞാനിപ്പം തന്നെ വിടാം. 5 മിനിറ്റ് വാ. എന്നതാ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കണേ. നീ വാ. സാർ എന്താ വേണ്ടത്? എന്തെങ്കിലും എടുക്ക്.